സമയം ഇപ്പൊ 2 മണി ആയിട്ടുണ്ട്. നമ്മളെ വണ്ടികളൊക്കെ ഇവിടുന്ന് സോനാമാർഗിന്ന് കടത്തി വിടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോ ഒരു 10 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മള് വേൾഡിലെ സെക്കൻഡ് ഡേഞ്ചറസ് റോഡിലൂടെയാണ് ട്രാവൽ ചെയ്യാൻ പോണത്, സോജില പാസ്. അപ്പൊ എന്തായാലും ഇതാ സോനാമാർഗിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും സോനാമാർഗിൽ എത്തുമ്പോൾ തന്നെ അവരെ യാത്ര അവിടെ അവസാനിച്ചിട്ട് പോകും. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഈ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ആണെങ്കിൽ നമ്മളെ സോജില പാസിലേക്കൊക്കെ എത്തുമ്പോൾ റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ലാതാവുകയാണ്. എന്നിട്ട് മണ്ണിട്ട വഴികളാണ് ഈ വരുന്നതൊക്കെ. പിന്നെ നമ്മൾ സോജില പാസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ 11,649 ഫീറ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ മൗണ്ടെയിൻസും ഈ സ്നോയും ഒക്കെ കാണാൻ യൂറോപ്പിൽ മാത്രം പോയാലല്ല, നമ്മളെ രാജ്യത്തുണ്ട് എല്ലാ വിധത്തിലുള്ള നമുക്ക് ഏത് രീതിയിലുള്ള ജോഗ്രഫിയാണോ കാണാൻ ഇഷ്ടം അതൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. ഈ കാണുന്നത് മൊത്തം സ്നോ മൗണ്ടെയിൻസ് ആണ്. വെറുതെ അല്ല, ഇന്ത്യ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്നത് സംസ്കാരങ്ങളാണെന്നുണ്ടെങ്കിൽ കൾച്ചറുകൾ, അതുപോലെ ഓരോ പ്രദേശത്തെ പ്രകൃതികൾ, കാര്യങ്ങളൊക്കെ വെറൈറ്റീസ് ഓഫ് വെറൈറ്റീസ് ആണ്. അതൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും ഇന്ത്യ എല്ലാവരും കഴിയുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യ ഒന്ന് മൊത്തം കാണണം. സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞ പോലെ ഇന്ത്യ കണ്ടാൽ വേറെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും വെറൈറ്റി ഉള്ള ഒരു രാജ്യം വേറെ എവിടെ നിങ്ങൾക്ക് കാണാനായിട്ട്. ശ്രീനഗറിന്ന് നമ്മളെ സോനാമാർഗിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ചുരം പോലത്തെ തന്നെയാണ്. ഞാനത് കണ്ടപ്പോൾ തന്നെ ഞെട്ടി. പക്ഷെ അതൊരു ട്രെയിലർ മാത്രമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നെ സോനാമാർഗിന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാട്ടോ മനസ്സിലായത്. നിങ്ങളൊന്ന് താഴേക്ക് നോക്കിട്ടോ, അവിടെ കുറച്ച് ലൈൻസ് പോലെ കാണുന്നില്ലേ, അതൊക്കെ നമ്മൾ കയറി വന്ന റോഡുകളാണ്. ഇവിടുത്തെ റോഡുകൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കാണുക. നമ്മൾ വല്ല ബുക്കിലും പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് കുത്തി വരച്ചിടൂലേ, അതേപോലെ തന്നെ ഓരോ വളവ് തിരിയുമ്പോഴും ഓരോ മലകൾക്കും പ്രത്യേക ഭംഗി കേട്ടോ. നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള വ്യൂ ആണ് ഓരോ മല. ഈ കാണുന്നതാണ് സോജില പാസിലേക്കുള്ള വഴി. മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും നടക്കുന്നതാണ്. 1000 വണ്ടികൾ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടിയെങ്കിലും അപകടത്തിൽ പെടുന്നുണ്ടെന്നാണ് ഈ റോഡിനെ പറ്റി പറയുന്നത്. ഈ സോജില പാസ് എന്ന് പറയുന്നത് ഈ ലഡാക്ക് ഭാഗത്തുള്ള ഹിമാലയത്തിൻ്റെ ഹയസ്റ്റ് മൗണ്ടൻ പീക്കാണിത് എന്ന് പറയുന്നത്. ഇതാണ് ശ്രീനഗറിനെ ലേൻ്റെ റീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം. അപ്പം ഇത് ശരിക്കും പറഞ്ഞിരിക്കുകയാണെങ്കിൽ മൗണ്ടൻ്റെ ഭാഗം തന്നെ ആയതുകൊണ്ട്, ഹയസ്റ്റ് മൗണ്ടൻ്റെ ഭാഗം ആയതുകൊണ്ട് ശരിക്കും ഡേഞ്ചർ തന്നെ ആണ്. വിൻ്റർ സീസൺ ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ സോജില പാസ് റോഡിൽ മൊത്തം സ്നോ വീണ് കിടക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആർമിക്കാർ രാവിലെ ഈ റോഡ് മൊത്തം ചെക്ക് ചെയ്തിട്ട് സ്നോ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടുന്ന് നീക്കം ചെയ്യും. അതിൻ്റെ ശേഷം 9 മണിയാകുമ്പോൾ മാത്രമേ ഈ ഒരു റൂട്ടിലൂടെ വാഹനങ്ങൾ കടത്തി വിടാറുള്ളൂ. ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന ഈ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറേ പല സമയത്തും ഈ ഒരു ലാൻഡ് സ്ലൈഡ് വഴി ഇങ്ങോട്ട് വീണതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ മുകളിൽ നിന്ന് എപ്പോഴാണ് പാറ വീഴുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് കുറേ സമയം ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൊക്കാണല്ലോ, അപ്പോൾ കുറേ അങ്ങോട്ടേക്ക് പോകും. ആകെ മൊത്തം കുറച്ച് പേടിയുള്ളവരാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നവരുണ്ടല്ലോ, അവരത് എൻജോയ് ചെയ്ത് പോകും. സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു പേരുണ്ടേനിട്ടോ താഴത്തേക്ക് നോക്കുമ്പോൾ.
ഇവിടെ മുതൽ കുറച്ച് ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ സോജില പാസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ക്യാമറ നല്ലതായിട്ട് പിടിക്കാൻ കഴിയുന്നില്ല, കാരണം നല്ല ഷെയ്ക്കിങ് വരുന്നുണ്ട്. ഇൻ്റർലോക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഇപ്പം സോജില പാസിലേക്ക് അടുത്തോണ്ട് നിൽക്കുകയാണ്. ഇതാ സോജില പാസ് എത്തി. ഇവിടെ ഇനി റോഡൊന്നും വല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കേട്ടോ. കാരണം ഇവിടെ ടാർ ചെയ്യാത്തതിനും വേറൊരു കാര്യമുണ്ട്. കാരണം ഫുള്ളായിട്ട് റബ്ബറൈസർ പോലെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 6 months 7 months തുടർച്ചയായിട്ട് വിൻ്റർ സീസണായിട്ട് നിൽക്കുന്ന ഏരിയ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ടയർ പെട്ടെന്ന് സ്കിഡായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഇങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാറ്. പക്ഷെ അതുകൊണ്ട് കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടും പോകുന്ന സമയത്ത്. പക്ഷെ പൊടികൾ നല്ലോണം ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം സോജില ടണൽ തന്നിട്ടൊരു ടണലിൻ്റെ പണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1-2 വർഷം കൊണ്ട് ആ ടണലിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ചിലപ്പം ഈ റൂട്ട് ഒന്നുകൂടി ഈസി ആയിരിക്കും. ആൻഡ് ഫൈനലി അതാ നമ്മൾ സോജില പാസ് കയറി മുകളിലെത്തി. ആ കാണുന്ന ഫസ്റ്റ് ബോർഡ് സോജില പാസിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കാണിക്കുന്ന ബോർഡാണ്. തൊട്ട് ബാക്ക് കാണുന്ന ബോർഡാണ് വെൽക്കം ടു ലഡാക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, ഞാൻ തന്നെ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതങ്ങനെ ഇന്ന് സ്വപ്നം ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ആ ഒരു മൊമെൻറ്റ് നേടിയിരിക്കുകയാണ്. നമ്മളെ കാലിക്കറ്റ് ടു ലഡാക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. വെൽക്കംസ് യു ടു ലഡാക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ കയറി. യോ ഇലോ ഇലോന് താഴെയാണുള്ളത്. ഹായ് പറ. ഓക്കെ, മുന്നോട്ട് പോകുന്ന യാത്രയിൽ ആ മുകളിൽ കാണുന്നുണ്ടല്ലോ, ഏറ്റവും ടോപ്പിൽ ഗ്രീൻ കളറിലാണ് മൗണ്ടൈൻ കാണുന്നത്. താഴത്തേക്ക് വരുമ്പോൾ റെഡ്, ബ്രൗണ്, പിന്നെ ഈ സൈഡ് നോക്കുമ്പോൾ ഒരു എന്താ പറയുക നമ്മളെ നോർമലി ഉള്ള പോലെയുള്ള മണ്ണിന്റെ കളറ്, പിന്നെ ബ്ലാക്ക് ഉണ്ട്. ഓരോ വളവ് തിരിയുമ്പോഴും ഓരോ കളറാണ് ഓരോ മൗണ്ടൈൻ. ഇവിടുന്ന് മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഡിസിഷനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. ഇവിടെ തൊട്ടിട്ട് നമ്മൾ കയറുന്നതിനനുസരിച്ചിട്ട് നമ്മളെ റിസ്ക് കൂടിക്കൂടി വരികയാണ്. ഓരോ ഏരിയ എന്ന് പറയുമ്പോഴും ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെ വരെ പോകണം എന്നുള്ള ആ ഒരു കാര്യം നമ്മളെ മൈൻഡ് കപ്പാസിറ്റി മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
രക്ഷയില്ലാത്ത വ്യൂസാണ്. ലൈഫിൽ ഇത്രയും അടിപൊളി കാഴ്ചകളെല്ലാം ഒരുമിച്ച്. ഇത് നമ്മളെ കാർഗിൽ ബോർഡർ ആണ്. ഇവിടെ നിന്നാണ് ചെക്കിംഗ് ഉള്ളത്. നമുക്ക് ലേയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പം അവര് ചെക്ക് ചെയ്ത് നമ്മളെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എത്ര ആൾക്കാരുള്ളതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷം പുള്ളി നമ്മളെ കയ്യിൽ ഒരു സൈൻ ഇട്ടൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ എൻട്രി പാസ്. ഇത് വേണം ചെക്ക് പോസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. അവരെ കൂടെ വീണ്ടും കാണാം. ബൈ ബൈ.